أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وصحبه ومن تبع رشدا. أما بعد، أعوذ بالله من الشيطان الرجيم. فإذا نفخ في الصور فلا أنساب بينهم يومئذ ولا يتساءلون. സഹോദരന്മാരെ, സഹോദരികളെ, ശ്രോതാക്കളെ, ഇന്ന് വിശുദ്ധ മസ്ജിദുൽ ഹറാമിൽ ഡോക്ടർ സാലിഹ് ബിൻ ഹുമയ്യിദാണ് സംസാരിച്ചത്. അദ്ദേഹത്തിൻ്റെ ഖുതുബയിൽ ചർച്ച ചെയ്തതായ വിഷയം ഇസ്ലാമിക ഗവൺമെൻറ്, ഇസ്ലാമിക ഭരണകൂടം നടത്തുന്ന സന്ദർഭത്തിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിലേക്ക് സൂചന നൽകിയും കൊണ്ട് അദ്ദേഹം വിശദീകരിക്കുകയായിരുന്നു. നസാഹ എന്ന പേരിൽ പ്രത്യേക പ്രോഗ്രാം ഇവിടെ നമുക്ക് കേട്ട് പരിചയമുള്ളതാണ്. അവരുടെ ഉത്തരവാദിത്വം തന്നെ വല്ല പൊതു സ്ഥലങ്ങളിലോ പൊതു സമ്പത്തുകളിലോ വരുന്നതായ വീഴ്ചകൾ, അതിലുണ്ടാകുന്നതായ പോരായ്മകൾ, അല്ലെങ്കിൽ അതിലുണ്ടാകുന്നതായ വഞ്ചനകളും ചതിവുകളും കൈകടത്തലുകളും, അത്തരം കാര്യങ്ങളൊക്കെ ഉത്തരവാദപ്പെട്ടവരെ പെട്ടെന്ന് അറിയിക്കണം. അതിനുള്ളതായ പ്രോഗ്രാമാണത്. അതിനുവേണ്ടി തയ്യാർ ചെയ്തതായ ഒരു പ്രത്യേക സിസ്റ്റമാണത്. എന്നാൽ അത് എത്ര കണ്ട് നന്നായി പ്രവർത്തിക്കുന്നു, അത്ര കണ്ട് ഭരണകൂടത്തിന് ഭരണത്തെ മുന്നോട്ട് ജനങ്ങളുടെ മസ്ലഹത്തിനെ പരിഗണിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ അത് സഹായകമാകുന്നു എന്നതുകൊണ്ട് അങ്ങനെയുള്ള ഫസാദുകൾ, ഭൂമിയിൽ വ്യാപകമാകുന്ന ഫസാദുകൾ, നാടുകളിൽ വ്യാപകമാകുന്ന ഫസാദുകൾ, അതിനെയെല്ലാം അറുതി വരുത്താൻ വേണ്ടി എല്ലാവരുടെയും ബാധ്യത, ഓരോരുടെ തലപ്പത്തും ആ ബാധ്യത നിലകൊള്ളുന്നുണ്ട് എന്നത് മനസ്സിലാക്കി, അത് വിദേശികളാവട്ടെ സ്വദേശികളാവട്ടെ ആരായിരുന്നാലും വിരോധമില്ല, ഒരു സത്യവിശ്വാസിയുടെ ബാധ്യതയിൽപ്പെട്ടതാണ് എന്നീ വിഷയങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് ഇന്ന് സ്വതന്ത്രവേലുള്ളതായ മെമ്പറുകളെല്ലാം സംസാരിച്ച വിഷയമായിരുന്നു അത്. അത്തരം വിഷയങ്ങൾ മക്ക ഇമാമ ഡോക്ടർ സാലിഹ് ബിൻ ഹുമയ്യിദും ചർച്ചക്കെടുത്തതായി കാണാം. ഏതായാലും നമ്മെ സംബന്ധിച്ചിടത്തോളം, അഥവാ മലയാളികളായ നാം ഇത്തരണത്തിൽ മനസ്സിലാക്കേണ്ടത്, അദ്ദേഹം അതിനിടക്ക് പറഞ്ഞതായ വിഷയമാകുന്ന ഓരോ മുസ്ലിമിന്റെ ബാധ്യത, അൽ മസ്ഊലിയ അമാം അല്ലാഹ് സുമ്മ അമാം അൽ ബശർ, ആദ്യമായിട്ട് ഷിട്ടാവിന്റെ മുമ്പിൽ ഉള്ളതായ ബാധ്യത, അത് ഒരു മുസ്ലിം സത്യവിശ്വാസിയായി ജീവിക്കുമ്പോൾ ഉള്ളതായ ബാധ്യത, അത് നിർവഹിക്കേണ്ടതുപോലെ നിർവഹിക്കാൻ വേണ്ടിയുള്ള പരിശ്രമം അവൻ എവിടെയാണെങ്കിലും, അവന് വീട്ടിലാവട്ടെ, പട്ടണത്തിലാവട്ടെ, കച്ചവട സ്ഥലത്തിലാവട്ടെ, ബിസിനസ്സിലാവട്ടെ, അല്ലെങ്കിൽ അവൻ കൃഷി ചെയ്യുന്ന ആളാണെങ്കിൽ കൃഷി സ്ഥലത്താവട്ടെ, എവിടെയായിരുന്നാലും വിരോധമില്ല, നാട്ടിലാവട്ടെ യാത്രയിലാവട്ടെ, എല്ലായിടങ്ങളിലും അവൻ ഒരു സത്യവിശ്വാസിയാണെന്നത് ഓർത്തുകൊണ്ട് അവന്റെ ബാധ്യത നിർവഹിക്കുന്നതിൽ വീഴ്ച വരുത്താതിരിക്കാൻ വേണ്ടി പരിശ്രമിക്കണം എന്ന് പ്രസംഗത്തിന്റെ ഖുതുബയുടെ മധ്യത്തിൽ ഊന്നി പറഞ്ഞതായ കാര്യം ഇവിടെ നമ്മുടെ മുമ്പിൽ ശ്രദ്ധേയമാണ്. യഥാർത്ഥത്തിൽ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹിയുടെ പ്രവചനങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. കുല്ലുക്കും റാഇനു കുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതി. നിങ്ങൾ എന്നിട്ട് ഓരോരുത്തരും ഭരണകർത്താക്കളാണ്. ഓരോരുത്തരോട് അർപ്പിക്കപ്പെട്ടതായ അവരുടെ ഭരണീയരെ കുറിച്ച്, അവരുടെ കീഴിൽ ജീവിക്കുന്നവരെ കുറിച്ച് അവരോട് ചോദിക്കപ്പെടും എന്നതായ ആ അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രവചനം, അവരുടെ കൽപ്പന, അത് നമ്മുടെ മുമ്പിൽ എല്ലായ്പ്പോഴും ഉണ്ടായിക്കൊണ്ടേ ഇരിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് മക്ക ഇമാം ഉണർത്തിയതുപോലെ ഓരോ ജോലിക്കാർ അവരവരുടെ ജോലി സ്ഥലത്ത്, അത് ഏത് ജോലിയായിരുന്നാലും വിരോധമില്ല, ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാവട്ടെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കീഴിൽ ജോലി ചെയ്യുന്ന വ്യക്തികളാവട്ടെ, ആരായിരുന്നാലും വിരോധമില്ല, ഓരോരുത്തരും അവന്റെ ഉത്തരവാദിത്തം അള്ളാഹുവിന്റെ മുമ്പിൽ സമർപ്പിക്കേണ്ടതായ ബാധ്യതകൾ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്നതായ ബാധ്യത, അതോടൊപ്പം അത് കഴിഞ്ഞാൽ മനുഷ്യന്മാരുടെ മുമ്പിലേക്ക് നൽകേണ്ടതായ ബാധ്യത, പൊതുസ്വത്തുക്കളുടെ മുമ്പിലേക്ക് അവൻ നിർവഹിക്കേണ്ടതായ ബാധ്യത, ഇതെല്ലാം ഓരോരുത്തരും ഏറ്റെടുത്തു കഴിഞ്ഞാൽ, നിർവഹിക്കേണ്ടതുപോലെ നിർവഹിച്ചു കഴിഞ്ഞാൽ, അത് ഗവൺമെന്റിനെ, പ്രത്യേകിച്ച് ഇസ്ലാമിക നിയമം നടപ്പാക്കാൻ വേണ്ടി നിർബന്ധം പുലർത്തുന്നതായ സൗദി ഗവൺമെന്റ് പോലത്തതായ ഗവൺമെന്റിനെയും എല്ലാ ഗവൺമെന്റുകളെയും സഹായിക്കൂ എന്നത് അതിലൂടെ വരുന്നു. അത് പൊതു സ്വത്തല്ലേ, അത് ഗവൺമെന്റതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ നശിപ്പിക്കാനോ അല്ലെങ്കിൽ അതിൽ ചൂഷണം ചെയ്യാനോ അതിൽ അഴിമതി ഉണ്ടാക്കാനോ അതുപോലെയുള്ളതായ തെറ്റായ
ഭാഗങ്ങൾ ഒഴിവാക്കി നിർത്തൽ സത്യവിശ്വാസിയുടെ ബാധ്യതയും നിർബന്ധവുമാണ്. അത് അങ്ങനെ ചിന്തിക്കൽ ശരിയല്ല. കാരണം പൊതുസ്വത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാവരുടേതുമാണ് എന്നത് നാം മനസ്സിലാക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു മക്ക ഇമാമ് ഖുത്ബയെ ആരംഭിച്ചത്. ഏതായാലും നാം ഇവിടെ മനസ്സിലാക്കേണ്ടതായ ബാധ്യത മസ്ഊലിയത്ത് എന്ന് റസൂലുള്ള പറഞ്ഞതായ എല്ലാവരുടെയും മസ്ഊലിയത്ത്, അത് ഗവൺമെന്റിന്റേതാവട്ടെ, പൊതുജനങ്ങളുടേതാവട്ടെ, വ്യക്തികളുടേതാവട്ടെ, സമൂഹത്തിൻ്റെതാവട്ടെ, എല്ലാവരുടെയും മസ്ഊലിയത്തുകൾ, എല്ലാവരുടെയും ബാധ്യതകൾ അവരവർ നിർവഹിക്കേണ്ടതായ, അവരവർക്ക് നിർവഹിക്കേണ്ട അവരവരുടെ മേഖലകളിൽ നിർവഹിക്കാൻ സാധിക്കുന്ന രൂപത്തിൽ നിർവഹിക്കുന്നതിൽ വീഴ്ച വരുത്താതിരുന്നാൽ തന്നെ നന്നായിട്ട് ഭരണകൂടം മുന്നോട്ട് തള്ളിക്കൊണ്ടുപോകുവാൻ അത് ഉത്തരവാദിത്തപ്പെട്ടവരെ സഹായിക്കുമെന്നതിൽ സംശയമേ ഇല്ല. ഇതെല്ലാം പുറമെ ഇതൊരു മസ്ഊലിയത്താണ്, ഇതൊരു ബാധ്യതയാണ്, ഇതൊരു ചുമതലയാണ്, അള്ളാഹു ചോദിക്കുന്ന കാര്യമാണ് എന്നത് സത്യവിശ്വാസി മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു പറഞ്ഞത്, അല്ലദീന ഇമ്മക്കന്നാഹും ഫിൽ അർളി അഖാമുസ് സ്വലാത്ത വആതൗസ് സകാത്ത വഅമറൂ ബിൽ മഅറൂഫി വനഹൂ അനിൽ മുൻകർ. ആരാണവർ? ആ സത്യവിശ്വാസികൾ. അവർക്ക് ഭൂമിയിൽ ഭരിക്കാനുള്ളതായ, അള്ളാഹുവിന്റെ ഭരണകൂടത്തെ നടത്താനുള്ളതായ, അഥവാ അള്ളാഹുവിന്റെ കൽപ്പനയെ നടപ്പാക്കാനുള്ളതായ, അള്ളാഹുവിന്റെ വിധി വിലക്കുകളെ വേണ്ടതുപോലെ പകർത്താനുള്ളതായ, വിധികളെ നടപ്പാക്കുവാനും വിലക്കുകളെ ഉപേക്ഷിക്കുവാനുമുള്ളതായ ചുറ്റുപാടുകൾ നിങ്ങൾക്കുണ്ടായിക്കഴിഞ്ഞാൽ, ആധിപത്യം ഭൂമിയിൽ ലഭിച്ചു കഴിഞ്ഞാൽ എന്ന അർത്ഥത്തിലേക്കാണ് മക്കന്ന എന്ന് പറഞ്ഞാൽ. അങ്ങനെ തംകീൻ അള്ളാഹു ചെയ്തു കഴിഞ്ഞാൽ ആ അള്ളാഹു പറയുന്ന പ്രത്യേകത എന്താണ്? അഖാമുസ്സലാ, കൃത്യമായി അവർ 5 വക്ത് നമസ്കാരത്തെ ജമാഅത്തോടു കൂടി പള്ളിയിൽ നിർവഹിക്കുന്നവരായിരിക്കും. ഇഖാമത്ത് എന്ന വാക്കിന്റെ അർത്ഥം അങ്ങനെയാണ്. 60-ൽ പരം പ്രാവശ്യം ഖുർആനിൽ ഇഖാമ, അഖാമ, ഉഖീമ എന്ന പദം ഉപയോഗിച്ചുകൊണ്ടാണ് അള്ളാഹു ചർച്ച ചെയ്തത്. അതുകൊണ്ടെല്ലാം വിവക്ഷ ഞാൻ സാധാരണ പറയാറുണ്ട്. അതുകൊണ്ടെല്ലാം ഉദ്ദേശം ജമാഅത്തോടു കൂടിയായിരിക്കണം എന്നതാണ്. അതെ, അപ്പോൾ ഇഖാമത്തു സ്വലാത്ത് എന്ന ആ എല്ലാവരും കൂടി നിലനിർത്തുന്നതായ ആ നമസ്കാരം നിലനിർത്തുക എന്നത് അവരുടെ ബാധ്യതയാണ്. നാം അവർക്ക് ആധിപത്യം നൽകി കഴിഞ്ഞാൽ. അതുപോലെ തന്നെ വാതഉ സകാത്ത, സകാത്ത് അവർ നിർവഹിക്കുന്നവരാണ്. എന്നാൽ നമ്മുടെ വിഷയമാകുന്ന വഅമറൂ ബിൽ മഅറൂഫി വനഹൗ അനിൽ മുൻകർ, അൽ അംറു ബിൽ മഅറൂഫി വന്നഹ്യു അനിൽ മുൻകർ എന്നതായ നന്മ ഉപദേശിക്കുക, തിന്മ വിരോധിക്കുക, ജനങ്ങൾക്ക് നന്മയുള്ളത് പറയുക, നന്മയുള്ളത് ചെയ്യുക, നന്മയുള്ളത് കേൾക്കുക, നന്മയുള്ളത് കാണുക, നന്മയ്ക്ക് പ്രേരണ നൽകുക, ഇതൊക്കെ നമ്മുടെ ബാധ്യതയിൽപ്പെട്ടതാണ്. അപ്രകാരം തന്നെ മുൻകറിനെ വിരോധിക്കുക, വിരോധിക്കപ്പെടേണ്ടതായ, അള്ളാഹു വെറുത്ത, റസൂല് വെറുത്ത, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആക്ഷേപിച്ച, സംസാരിച്ച എന്തെല്ലാം തെറ്റായ കാര്യങ്ങളുണ്ട് അതിനെയെല്ലാം എതിർക്കുക, അതിനെയെല്ലാം ഒഴിവായി നിൽക്കുക, അതിനെയെല്ലാം ഒഴിവാക്കാൻ വേണ്ടി കൽപ്പിക്കുകയും ചെയ്യുക. അതാണ് അൽ അംറു ബിൽ മഅറൂഫി വന്നഹി അനിൽ മുൻകർ എന്ന് പറഞ്ഞാൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുന്ന വേറെയും ആയത്തുകൾ ഈ വിഷയത്തിൽ കാണാം. ഈ വിഷയത്തിൽ മക്ക ഇമാം കൂടുതൽ നീട്ടി പറഞ്ഞിട്ടില്ലെങ്കിലും നമുക്ക് മനസ്സിലാക്കേണ്ട ഭാഗവും അപ്രകാരം തന്നെ നാം ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ പറയേണ്ടതായ ഭാഗവുമായതുകൊണ്ട് ഞാൻ ആയത്തുകളുടെ അർത്ഥം വെക്കുകയാണ്. വൽതകും മിൻകും ഉമ്മത്തുൻ യദ്ഊന ഇലൽ ഖൈരി വയഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകരി വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. നിങ്ങൾ എന്നിട്ടൊരു വിഭാഗം, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, 2 രൂപത്തിലാണ് ഈ വിഷയത്തെ അല്ലാഹു ചർച്ച ചെയ്തത്. ഒന്നാമത്തെ ശൈലി, നിങ്ങളെല്ലാവരും എന്താണ്? നിങ്ങളുടെ എല്ലാവരുടെയും ബാധ്യതയാണ് അൽ അംറു ബിൽ മഅറൂഫി വന്നഹി അനിൽ മുൻകർ എന്നത്. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിന്റെ പ്രത്യേകതയായിട്ട് നാം എന്തുകൊണ്ട് നല്ല ഉമ്മത്തുകളായി, എല്ലാ ഉമ്മത്തുകളെക്കാളും ഉത്തമന്മാരായ ഉമ്മത്തുകളാണ് എന്നാണ് ഈ ഉമ്മത്തിനെ അല്ലാഹു വിശേഷിപ്പിച്ചത് ഖുർആനിലൂടെ. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, കുന്തും ഖൈറ ഉമ്മ, നിങ്ങൾ ഏറ്റവും ഉത്തമ സമുദായമാണ്. എന്തുകൊണ്ട്? ഉഖ്രിജത് ലിന്നാസ്, ജനങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ടതായ സമുദായങ്ങളിൽ ഏറ്റവും ഉത്തമമായ സമൂഹമാണ് നിങ്ങൾ എന്ന് ഉമ്മത്ത് മുഹമ്മദിനോട്, അള്ളാഹുവിന്റെ റസൂലിന്റെ ഉമ്മത്തുകളായ നമ്മോട് റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു പറയുകയാണ്. എന്താണ് അതിന്റെ പ്രത്യേകത? ഉമ്മത്ത് മുഹമ്മദായ നാം ഈ പ്രത്യേകത ലഭിക്കുന്നവരാവാൻ കാരണം തഅ്മുറൂന ബിൽ മഅറൂഫി, നന്മ ഉപദേശിക്കുന്നവരാണ്, കൽപ്പിക്കുന്നവരാണ്. വതൻഹൗന അനിൽ മുൻകർ, വിരോധിക്കപ്പെട്ടതായ കാര്യങ്ങളെ നിങ്ങൾ നഹി ചെയ്യുകയും വിരോധിക്കുകയും ഒഴിവാക്കാൻ വേണ്ടി കൽപ്പിക്കുകയും ചെയ്യുന്നവരാണ്. പിന്നെയാണ് അല്ലാഹു പറയുന്നത് വതുഅ്മിനൂന ബില്ലാഹി, അല്ലാഹുവിനെ കൊണ്ട് കെട്ടുറപ്പുള്ള വിശ്വാസമുള്ളവരായി മാറുന്ന വിഭാഗമായതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ബാധ്യത നിർവഹിക്കേണ്ടവരാണ്. അപ്പോൾ ഇത് പൊതു നിയമമാണ്, പൊതുകൽപ്പനയാണ്. എല്ലാ മുഹമ്മദിന്റെ ഉമ്മത്തുകളുടെ ബാധ്യതയാണ് നന്മ ഉപദേശിക്കുക, തിന്മ വിരോധിക്കുക. അതൊക്കെ യുക്തിയുക്തമായിരിക്കണം, അവരവർക്ക് പറ്റുന്ന രൂപത്തിൽ, സാധിക്കുന്ന രൂപത്തിൽ, കുഴപ്പമുണ്ടാവാത്ത രൂപത്തിലായിരിക്കണം ഗവൺമെന്റ് ഏറ്റെടുക്കുന്ന
ഏറ്റെടുക്കേണ്ടത് ഗവൺമെന്റ്, ഉത്തരവാദിത്തപ്പെട്ടവരെ ഏറ്റെടുക്കേണ്ടത് ഉത്തരവാദിത്തപ്പെട്ടവര്, പോലീസുമാരെ ഏറ്റെടുക്കേണ്ടത് അവര്, അതുപോലെ തന്നെ വ്യക്തികൾക്ക് സാധിക്കുന്ന രൂപത്തിലുള്ളത് അവര്. അങ്ങനെ ഓരോരുത്തരുടെയും കഴിവനുസരിച്ചിട്ട് മാത്രമേ അത് പാടുള്ളൂ. കുഴപ്പമുണ്ടാക്കുക എന്നത് ഇസ്ലാം ഉദ്ദേശിക്കുന്ന ഭാഗമല്ല. എന്നാൽ ഈ വിഷയത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഫുർഖാൻ അദീമിൽ 13 ആയത്തുകളിലൂടെ ചർച്ച ചെയ്തതായിട്ട് കാണാൻ സാധിച്ചു. ഏത് വിഷയം? അൽ അംറു ബിൽ മഅറൂഫ് വന്നഹി അനിൽ മുൻകർ എന്നതായ വിഷയത്തെ. അപ്രകാരം തന്നെ ഞാൻ പരിശോധിച്ചു നോക്കിയപ്പോൾ 33ഓളം സഹീഹ ഹദീസ് തന്നെ പെട്ടെന്ന് ഇത്തരം കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്നതായ ഹദീസുകളായിട്ട് കാണാൻ സാധിച്ചു. അതൊക്കെ കുറിക്കുന്നത് എന്താണ്? വളരെ പ്രാധാന്യം ഇസ്ലാം നൽകിയതായ ഒരു വിഷയമാണ് അൽ അംറു ബിൽ മഅറൂഫ് വനഹി അനിൽ മുൻകർ എന്ന് പറഞ്ഞാൽ. അൽ അംറു ബിൽ മഅറൂഫ് എന്ന് പറഞ്ഞാൽ അതിന്റെ സാങ്കേതിക അർത്ഥം തന്നെ ഇസ്മുൻ ജാമിഉൻ ലികുല്ലി മാ ഉരിഫ മിൻ തഅത്തില്ലാ, അല്ലാഹുവിനോടുള്ളതായ അനുസരണം എന്ന പേരിൽ അറിയപ്പെട്ടതായ എല്ലാ നന്മകൾ ഉൾക്കൊള്ളുന്നതിന്റെ പേരാണ് എന്ത്? ഇസ്മുൻ ജാമിഉൻ ലികുല്ലി മാ ഉരിഫ മിൻ തഅത്തില്ലാ. അതുപോലെ തന്നെ അൽ ഇഹ്സാൻ ഇലൻ നാസ്, ജനങ്ങൾക്ക് നന്മ ചെയ്യുക എന്നത് അതും അംറുൻ ബിൽ മഅറൂഫ് വന്നഹി അനിൽ മുൻകറിൽ പെടുന്നതാണ്. വകുല്ലു മാ നദബ ഇലൈഹി ശർഉ മിനൽ മുഹസ്സിനാത്തി വൽ മുഖബ്ബിഹാത്ത്, അതുപോലെ തന്നെ ഈ ഇസ്ലാം, ഈ ശരീഅത്ത്, ഈ നിയമാവലി കൽപ്പിക്കുന്നതായ നന്മയായ കാര്യങ്ങൾ എന്തൊക്കെയുണ്ട് അതൊക്കെ നാം ജനങ്ങളോട് കൽപ്പിക്കുക. തിന്മയായ കാര്യങ്ങൾ എന്തൊക്കെയുണ്ട് അതൊക്കെ ജനങ്ങളിൽ നിന്നിട്ട് വിരോധിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അങ്ങനെയുള്ള ഒരു ജാമിആയ ഇസ്മാണ് സാങ്കേതിക അർത്ഥത്തിൽ അൽ അംറു ബിൽ മഅറൂഫ് വന്നഹി അനിൽ മുൻകർ എന്ന് പറഞ്ഞാൽ. ഏതായാലും ഇത്തരം കാര്യങ്ങളിലേക്ക് സൂചന നൽകിയും കൊണ്ടാണ് നസാഹത്ത് എന്ന പ്രോഗ്രാം ഉപയോഗിച്ചുകൊണ്ട് ആരുടെ ഇടയിലും എവിടെയെങ്കിലും ഫസാദ് ഉണ്ടെങ്കിൽ, ഫസാദ് മാലിയാവട്ടെ, സാമ്പത്തികമായ ഫസാദാവട്ടെ, അല്ലാത്ത രൂപത്തിലുള്ളതായ ഫസാദാവട്ടെ, അഴിമതിയാവട്ടെ, കൈക്കൂലിയാവട്ടെ, എന്തെല്ലാം ഉണ്ടോ അത്തരം കാര്യങ്ങളെയെല്ലാം ഉത്തരവാദപ്പെട്ടവരെ അറിയിക്കണമെന്ന് മക്ക ഇമാം ഉണർത്തി. മറ്റു സുഹൃത്തുക്കളുള്ളതായ സർവ്വ മെമ്പറിന്റെ പേരെയും ചർച്ച ചെയ്തതായ ഒരു വിഷയമാണത്. അത് അത്രയും പ്രാധാന്യം സൗദി ഗവൺമെന്റ് നൽകിയതായ ഒരു വിഷയമായതുകൊണ്ട് തന്നെ എല്ലാ മെമ്പറുകളിലേക്കും കൽപ്പന നൽകിയിരിക്കാം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ കാര്യം ഇന്ന് മെമ്പറുകളുടെ മീതെ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഫുർഖാൻ അദീമിൽ പറയുന്ന ഒരു ശൈലിയുണ്ട്, ഇന്ന റഹ്മതി വസിഅത് കുല്ല ഷൈ, എന്റെ അനുഗ്രഹം എല്ലാരിലും വ്യാപകമാണ്. അള്ളാഹുവിന്റെ റഹ്മത്ത് അത് വളരെ വിശാലമായ അനുഗ്രഹമാണ്. പക്ഷേ അവസാനമായി അതിന് അർഹപ്പെട്ടവരാരാണ്? അത് അള്ളാഹു കൊടുക്കണമെന്ന് പ്രീതിപ്പെട്ടുകൊണ്ട് കൊടുക്കാൻ തീരുമാനിച്ചതായ ആ റഹ്മത്തിന്റെ ഉടമകൾ ആരാണ്? ഫസഅക്തുബുഹ, അതിനെ ഞാൻ പിന്നെ എഴുതുന്നതാണ്. ആർക്ക്? ലില്ലദീന യത്തഖൂൻ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവർക്ക്, വയുതൂന സകാത്ത, സകാത്ത് നൽകുന്നവർക്ക്, വല്ലദീന ഹും ബിആയാതിനാ യുമിനൂൻ, നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ കൊണ്ട് വിശ്വസിക്കുന്ന വിഭാഗങ്ങൾക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു തുടരുന്നു. പിന്നെ ആരാണ് അവര്? അല്ലദീന യത്തബിഊന അൻ-നബിയ്യൽ ഉമ്മിയ്യല്ലദീ യജിദൂനഹു മക്തൂബൻ ഇൻദഹും ഫിത്തൗറാത്തി വൽ ഇൻജീൽ. ഈ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന നാടായ വിശുദ്ധ മദീനത്തുൽ മുനവ്വറയിൽ അന്ത്യവിഷമം കൊള്ളുന്നവരായ നമ്മുടെ കണ്ണിലുണ്ണിയായ നേതാവായ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പിന്തുടരുന്ന വിഭാഗം, അവരിൽ മാതൃക കണ്ടെത്തുന്ന വിഭാഗം, അവരുടെ ബാക്കിൽ അണിനിരക്കുന്ന വിഭാഗം, അല്ലദീന യത്തബിഊന അൻ-നബിയ്യ അൽ ഉമ്മിയ്യ, ആ നിരക്ഷര എഴുത്തും വായനയും അറിയാത്ത എന്ന പേരിലുള്ള വിശേഷിപ്പിക്കുന്ന ഉമ്മിയായ നബി, അതുപോലെ തന്നെ എഴുതാത്ത വായിക്കാത്ത എന്ന അർത്ഥത്തിലേക്കാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകതയിൽപ്പെട്ടതാണത്. മറ്റുള്ളവരെ സംശയിക്കാതിരിക്കാൻ വേണ്ടി ലോകാത്ഭുത ഗ്രന്ഥത്തെ അവരിലേക്ക് ഏൽപ്പിച്ചപ്പോൾ ഇത് അത്ഭുതമാണ് എന്ന് തന്നെ പെട്ടെന്ന് മനസ്സിലാക്കാൻ ബുദ്ധിയുള്ളവർക്ക് സാധിക്കും, വിവേകമുള്ളവർക്ക് സാധിക്കും എന്നതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഉമ്മിയായ ആ നബിയുടെ ബേക്കിൽ അണിനിരക്കുന്ന വിഭാഗം എങ്ങനെയുള്ള നബിയാണ്? ആ നബിയെ കുറിച്ച് പരാമർശിക്കുന്ന കാണാം. എവിടെ? തൗറാത്തിൽ കാണാം, പിന്നെ എവിടെ? ഇൻജീലിൽ കാണാം. പിന്നെ അള്ളാഹു പറയുന്നു അവരുടെ മറ്റൊരു പ്രത്യേകതയാണ് ആ മുഹമ്മദ് നബി ആരാണ്? യഅ്മുറുഹും ബിൽ മഅറൂഫി, നന്മ അവർ ഉപദേശിക്കുന്നു, വയൻഹാഹും അനിൽ മുൻകരി, തിന്മ അവർ വിരോധിക്കുന്നു. ഇത് റസൂലുള്ളാഹിയുടെ പ്രത്യേകതയായിട്ട് പറഞ്ഞതും അങ്ങനെയുള്ള റസൂലിന്റെ ബേക്കിൽ അണിനിരക്കണമെന്ന് നമ്മളോട് കൽപ്പിച്ചതും അങ്ങനെ ചെയ്യുന്നവർക്കാണ് എന്റെ അനുഗ്രഹത്തെ, എന്റെ റഹ്മത്തിനെ ഞാൻ എഴുതുക, ഞാൻ സ്ഥിരീകരിക്കുക, ഞാൻ സ്ഥാപിക്കുക, ഞാൻ നൽകുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. പിന്നെ പരലോകത്തിൽ അള്ളാഹുവിന്റെ ആ വിശാലമായ റഹ്മത്ത്, ഭൂമിയിൽ അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്നിട്ട് 100 എണ്ണത്തിൽ നിന്നിട്ട് ഒരെണ്ണം മാത്രമാണ് നാം ഇവിടെ കാണുന്ന സർവ്വ അനുഗ്രഹങ്ങൾ അള്ളാഹുവിന്റെ ഒരനുഗ്രഹം മാത്രമാണ്. 99 അനുഗ്രഹം അള്ളാഹു സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് പരലോകത്തിലേക്ക് വേണ്ടി. ഞാൻ ഇവിടെ സൂചിപ്പിച്ച അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറഞ്ഞതായ ഫസഅക്തുബുഹാ ലില്ലദീന യത്തഖൂന വയുതൂന സകാത്ത വല്ലദീന ഹും ബിആയാതിനാ യുമിനൂൻ എന്നതായ ആയത്തിൽ പരാമർശിച്ചതായ, ആ ചർച്ച ചെയ്തതായ ആ വിഭാഗത്തിന് വേണ്ടി എന്നർത്ഥം. അപ്പോൾ ആ ഇനത്തിൽ പെടാൻ വേണ്ടി
വേണ്ടിയാണ് നാം പരിശ്രമിക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ എല്ലാ മേഖലകളിലും ഓരോരുത്തർക്കും കഴിയുന്ന രൂപത്തിലും ഓരോ സന്ദർഭങ്ങളിലും സാധിക്കുന്ന രൂപത്തിലും മാത്രമാണ് അത് ഉപയോഗിക്കേണ്ടത്. എവിടെയും കുഴപ്പമുണ്ടാക്കാനോ കുഴപ്പത്തിന്റെ വിഭാഗമാണ് ഇവരെന്ന് തെറ്റിദ്ധരിക്കുന്ന രൂപത്തിലായി മാറാനോ പാടുള്ളതല്ല. അവിടെയെല്ലാം ഹിക്മത്ത് മൗഇദത്തുൽ ഹസനത്ത് ഉപയോഗപ്പെടുത്തേണ്ടതാണ് എന്നത് ഇവിടെ സ്മരണീയമാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് തൗബയിൽ ഇന്നല്ലാഹ അശ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലഹും ബിഅന്ന ലഹുമുൽ ജന്ന എന്ന ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല കച്ചവടം നടത്തിയതായ വിലക്ക് വാങ്ങിയതായ ആ അൻഫുസുകൾ, ആ ശരീരങ്ങളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശേഷിപ്പിച്ച സന്ദർഭത്തിൽ അവരുടെ പ്രത്യേകതകൾ പറഞ്ഞതിന്റെ ശേഷം അവർ അല്ലാഹുവിന് വേണ്ടി പോരാടുന്നവരും അവർ കൊല്ലുന്നവരും അവർ കൊല്ലപ്പെടുന്നവരും അങ്ങനെ അല്ലാഹുവിന് വേണ്ടി എല്ലാം സമർപ്പിക്കുന്ന അല്ലാഹുവിന് വേണ്ടി ശരീരത്തെ ആഹൂതി ചെയ്യുന്ന വിഭാഗമാണെന്ന് പറഞ്ഞതിന്റെ പുറമെ അല്ലാഹു സുബ്ഹാനഹു വ തആല തുടരുകയാണ് അത്തായിബൂൻ അൽ ആബിദൂൻ അൽ ഹാമിദൂൻ അസ്സായിഹൂൻ അർറാകിഊൻ അസ്സാജിദൂൻ അൽ ആമിറൂന ബിൽ മഅറൂഫി വന്നാഹൂന അനിൽ മുൻകർ. അവരാരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല എഗ്രിമെന്റ് ചെയ്തുകൊണ്ട് കച്ചവടം നടത്തിയിട്ട് നിങ്ങൾക്ക് സ്വർഗ്ഗവാഗ്ദാനം നൽകി. നിങ്ങളുടെ പ്രത്യേകത എന്താണ്? ഇന്നതൊക്കെയാണ്. ആ പ്രത്യേകതയിൽപ്പെട്ടതാണ് അത്തായിബൂൻ, പശ്ചാത്തപിച്ചുകൊണ്ടേ ഇരിക്കുന്നവർ, അൽ ആബിദൂൻ, ആരാധിച്ചുകൊണ്ടേ ഇരിക്കുന്നവർ, അൽ ഹാമിദൂൻ, അല്ലാഹുവിന് സ്തുതികീർത്തനം അർപ്പിച്ചുകൊണ്ടേ ഇരിക്കുന്നവർ, അസ്സായിഹൂൻ, നോമ്പനുഷ്ഠിച്ചുകൊണ്ടേ ഇരിക്കുന്നവർ, അർറാകിഊൻ, റുക്ഊ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നവർ, അസ്സാജിദൂൻ, സുജൂദ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നവർ. പിന്നെയാണ് നമ്മുടെ വിഷയം വൽ ആമിറൂന ബിൽ മഅറൂഫി വന്നാഹൂന അനിൽ മുൻകരി വൽ ഹാഫിളൂന ഹുദൂദില്ലാഹ്. അൽ ആമിറൂന ബിൽ മഅറൂഫി, മഅറൂഫ് കൊണ്ട് നന്മ കൊണ്ട് ഉപദേശിക്കുന്നവര്, തിന്മയെ വിരോധിക്കുന്നവര്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുന്ന സന്ദർഭത്തിൽ നേരത്തെ ഞാൻ പറഞ്ഞു, അള്ളാഹുവിന്റെ വിശാലമായ അനുഗ്രഹത്തെ എഴുതിയ സ്ഥാപിച്ച കൊടുക്കാമെന്ന് ഏറ്റെടുത്ത ആ വിഭാഗം. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗ വാഗ്ദാനം ചെയ്തിട്ട് ബിസിനസ് നടത്തിയ, കച്ചവടം നടത്തിയ വിഭാഗം എന്നൊക്കെ പറയുമ്പോൾ അവിടെയെല്ലാം അംറും ബിൽ മഅറൂഫ് നഹിയുൻ അനിൽ മുൻകർ എന്ന ബാധ്യതകൾ നിർവഹിക്കുന്നവർ എന്ന് പ്രത്യേകം അല്ലാഹു ഊന്നി പറഞ്ഞത് ഇവിടെ ശ്രദ്ധേയമാണ്. എന്നാൽ ഈ വിഷയത്തിൽ പല ഹദീസുകളുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. 33ഓളം സഹീഹ ഹദീസുകൾ തന്നെ പെട്ടെന്ന് കാണാൻ സാധിച്ചു എന്ന് ഞാൻ പറഞ്ഞു ഈ വിഷയത്തിൽ. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായ ചില ഹദീസുകളിലൊക്കെ അംറും ബിൽ മഅറൂഫ് നഹിയുൻ അനിൽ മുൻകർ, അത് ചെയ്യാനുള്ള സാധ്യത ഉണ്ടായിട്ട് ചെയ്യാത്ത വിഭാഗത്തിന് സംഭവിക്കുന്നത് ഏറ്റവും വലിയ അപകടത്തിൽ ദുനിയാവിൽ സംഭവിക്കുന്നതിൽപ്പെട്ടതാണ്. അവന്റെ പ്രാർത്ഥന ഉത്തരം ചെയ്യുന്ന പ്രാർത്ഥനയായി മാറുന്നതല്ല, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നതിന് തടസ്സമായി മാറും അൽ അംറു ബിൽ മഅറൂഫി വന്നഹി അനിൽ മുൻകരി എന്ന ബാധ്യത നിർവഹിക്കാത്തവർ എന്ന് ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് ഞാൻ കേട്ടു, മുറൂ ബിൽ മഅറൂഫി വൻഹൂ അനിൽ മുൻകർ, നിങ്ങൾ നന്മ ഉപദേശിക്കുക, തിന്മ വിരോധിക്കുക, ഖബല അൻ തദ്ഉ ഫലാ യുസ്തജാബു ലക്കും, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഉത്തരം കിട്ടാതെയായി പോകുന്നതിന് മുമ്പായി. അപ്പോൾ നിങ്ങൾ ഇത് ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുകയില്ല എന്ന് അതിൽ നിന്നിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്യുന്ന പണ്ഡിതന്മാര് ഹസനാക്കിയതായ ഹദീസാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. അതുപോലെ തന്നെ അദാബ് ഇറങ്ങാൻ വരെ കാരണമായി തീരുമെന്ന് ഹുദൈഫത്തുൽ യമാൻ റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഹദീസിൽ കാണുന്നു. വല്ലദീ നഫ്സി ബിയദിഹി ലതഅമുറുന്ന ബിൽ മഅറൂഫി വലതൻഹൗന അനിൽ മുൻകർ ഔ ലയൂശികന്നല്ലാഹു അൻ യബഅത അലൈക്കും അദാബൻ മിൻഹു എന്ന് മറ്റൊരു ഹദീസിൽ കാണുന്നു. നിങ്ങൾ തീർച്ചയായിട്ടും സദുപദേശങ്ങൾ അല്ലെങ്കിൽ അംറു ബിൽ മഅറൂഫുകൾ ചെയ്താലേ തീരൂ, നിങ്ങളുടെ ബാധ്യതയാണത്. അതുപോലെ തന്നെ തിന്മകൾ വിരോധിച്ചാലേ തീരൂ, നിങ്ങളുടെ ബാധ്യതയാണത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത് എന്താണ്? നിങ്ങളിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ വെച്ചിട്ട് തന്നെ ശിക്ഷകൾ അയക്കുക തന്നെ ചെയ്യും. ആ സന്ദർഭത്തിൽ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടുന്നതുമല്ല എന്ന ശൈലിയിൽ അല്ലാഹു റസൂൽ സംസാരിച്ചതായ ഹുദൈഫത്തുൽ യമാനിയുടെ ഹദീസും ഇവിടെ ശ്രദ്ധേയമാണ്. ഏതായാലും ഇരിക്കട്ടെ, ഇതൊക്കെ ഈ അംറുൻ ബിൽ മഅറൂഫ് നഹിയുൻ അനിൽ മുൻകർ എന്ന വിഷയം ഇന്ന് മക്ക ഇമാം ചർച്ച ചെയ്തതായ അനസഹ എന്നതായ ആ വിഷയത്തിനോട് ബന്ധമുള്ളത് കൊണ്ട് അവരത് ഊന്നിപ്പറഞ്ഞതാണ്. അതുകൊണ്ട് ഒലീഫ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാവുന്ന സന്ദർഭത്തിൽ അത് പ്രത്യേകിച്ച് സൂക്ഷ്മത പാലിച്ചുകൊണ്ട് ചെയ്യേണ്ടതും അതിൽ സതുപദേശങ്ങൾ കടക്കേണ്ടതും അതിൽ കൈക്കൂലി വരാതിരിക്കുവാനും അപ്രകാരം തന്നെ അതിൽ അഴിമതി ഇല്ലാതിരിക്കുവാനും അതിൽ വീഴ്ച വരുത്താതിരിക്കുവാനും പരിശ്രമിക്കണമെന്നതും അതുപോലെ തന്നെ മസ്ലഹ ഫർദിയ ഇസ്തിമാഇയ എന്ന് പറയുന്നതായ പൊതു മസ്ലഹത്ത്, ജനങ്ങളുടെ പൊതു മസ്ലഹത്ത്, നന്മയ്ക്ക് വേണ്ടി ആവശ്യമുള്ളതെല്ലാം ഓരോരുത്തരും ഏറ്റെടുക്കണം
ചെയ്തേക്കേണ്ടതാണ്, ഓരോരുത്തരുടെയും ബാധ്യതയാണ്. അത് അദ്ദേഹം ചെയ്യട്ടെ, ഇനി ഇദ്ദേഹം ചെയ്യട്ടെ എന്ന് മനസ്സിലാക്കിയും കൊണ്ട് അദ്ദേഹത്തെ കൈമലർത്തുക എന്നത് ശരിയല്ല. അപ്പോൾ അഴിമതിയാവട്ടെ, മറ്റു വൻദോഷങ്ങളായ മറ്റു കൈക്കൂലികൾ പോലത്തതായ ഭാഗങ്ങളാവട്ടെ, അങ്ങനെയുള്ളതോ അല്ലെങ്കിൽ പൊതു സ്വത്തുകളിൽ നിന്നിട്ട് വല്ലവരും ചൂഷണം ചെയ്യുന്നതോ കക്കുന്നതോ അതിനെ നഷ്ടപ്പെടുത്തുന്നതോ കാണുന്ന സന്ദർഭത്തിലെല്ലാം ഇങ്ങനെയുള്ള പ്രോഗ്രാം ഉപയോഗിച്ചുകൊണ്ട് അതിനെ നന്നാക്കാൻ വേണ്ടി, അതിന് പ്രതിവിധി കണ്ടെത്താൻ വേണ്ടി പരിശ്രമിക്കേണ്ടത് ഓരോരുത്തരുടെയും ബാധ്യതയാണ് എന്ന് മക്ക ഇമാം സംസാരിച്ചുകൊണ്ട് വഞ്ചന, ചതിവ്, തട്ടിപ്പ്, വെട്ടിപ്പ് പോലത്തതൊക്കെ ഒഴിവാക്കുക എന്നത് സത്യവിശ്വാസിയുടെ സ്വഭാവമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആയിരുന്നു ഈ വിഷയത്തെ ചർച്ച ചെയ്തത്. എന്നാൽ ഡോക്ടർ ഹുസൈൻ ആല ഷേഖ് വിശുദ്ധ മദീനത്തുൽ മുനവ്വറയിൽ അള്ളാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പള്ളിയിൽ വെച്ചിട്ട് അവർ പണ്ട് ഖുതുബ ഓതിയതായ മിമ്പർ ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇപ്പോഴുള്ള മിമ്പറിന്റെ മീതെ വെച്ച് ഖുതുബ ഓതിയ സന്ദർഭത്തിൽ അദ്ദേഹം ചർച്ച ചെയ്തതായ വിഷയം, നാം എല്ലായ്പ്പോഴും തജ്ദീദ് ചെയ്തുകൊണ്ടേയിരിക്കുന്ന ഒരു വിഷയമുണ്ട്. ആ തജ്ദീദ് എന്ന് പറഞ്ഞാൽ പുതുക്കിക്കൊണ്ടേയിരിക്കണം. അതെന്താണ് തജ്ദീദ്? എന്തിനെയാണ് പുതുക്കേണ്ടത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതായ ആ തൗഹീദിന്റെ വചനത്തെ എപ്പോഴും നാം പുതുക്കിക്കൊണ്ടേയിരിക്കണം. അതിലുള്ള വീഴ്ചകൾ, അതിൽ വന്നു പോയതായ കറകൾ, അതിലുള്ളതായ പോരായ്മകൾ വല്ലതും ഉണ്ടെങ്കിൽ അത് നികറ്റിക്കൊണ്ടേ, ക്ലിയർ ചെയ്തുകൊണ്ടേ, പരിശോധിച്ചുകൊണ്ടേ, വീക്ഷിച്ചുകൊണ്ടേ ഇരിക്കേണ്ടതാണ് എന്ന് ഊന്നിപ്പറഞ്ഞുകൊണ്ട് തൗഹീദിന്റെ പ്രത്യേകത, ഏകദൈവ വിശ്വാസം, അതിൽ കടന്നുകൂടാൻ സാധ്യതയുള്ളതായ എല്ലാ കറകൾ, അതിനെക്കുറിച്ച് അള്ളാഹു ചോദ്യം ചെയ്യുന്ന കാര്യമാണ്, അത് നാം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തത്തിൽപ്പെട്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് മക്ക ഇമാമ് തൗഹീദിനെ കുറിച്ച് ഊന്നിപ്പറയുകയുണ്ടായി. സോഷ്യൽ മീഡിയയിലും മറ്റൊക്കെ അദ്ദേഹം സൂചിപ്പിച്ചതായിട്ട് കാണുന്നു. പല രൂപത്തിലും അതിന് വിപരീതമായിട്ട് പല ലൈഫായ അല്ലെങ്കിൽ ശേഷികെട്ട അല്ലെങ്കിൽ കള്ള ഹദീസുകൾ, ഇല്ലാത്തതായ കെട്ടുകഥകൾ, അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ മുത്തശാബിഹത്താണെന്ന് പറഞ്ഞതായ ആയത്തുകളൊക്കെ വളച്ചൊടിച്ച്, അല്ലെങ്കിൽ മുഹക്കമാത്തുകളായ ആയത്തുകളെ തന്നെ വളച്ചൊടിച്ചിട്ട് അർത്ഥം വെച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കാൻ കാരണമാണെന്ന് പറഞ്ഞതായ ആ ആരാധനയിൽ കളങ്കം വരുത്തുവാൻ, അതിൽ കോട്ടം വരുത്തുവാൻ, അതിൽ വീഴ്ച വരുത്തുവാൻ, അതിന്റെ അർത്ഥത്തെ തെറ്റിദ്ധരിപ്പിക്കുവാൻ, ജനങ്ങളുടെ മുമ്പിൽ പൊതുജനങ്ങളെ വഴിപഴപ്പിക്കുവാൻ കാരണമായി തീരുന്നതായ ആ സോഷ്യൽ മീഡിയയിലൊക്കെ വ്യാപകമായി കിടക്കുന്നതായ ഇന്നത്തെ കാലഘട്ടങ്ങളിൽ തൗഹീദിന്റെ നെഞ്ചത്തേക്ക് കടാരി വെക്കാനും കരിവാരിത്തേക്കുവാനും ഒക്കെ പരിശ്രമിക്കുന്നതായ വിഭാഗത്തിലേക്ക് അദ്ദേഹം സൂചിപ്പിച്ചുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി നാം ഓരോരുത്തരും മുഹക്കമാത്തുകളായ അള്ളാഹുവിന്റെ ആയാത്തുകളിലേക്ക് ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദ, നിങ്ങളുടെ പ്രഖ്യാപനം മുഹമ്മദ് നബി എന്തായിരിക്കണം? ഞാൻ അള്ളാഹുവിന്റെ കൂടെ ആരെയും വിളിച്ച് പ്രാർത്ഥിക്കുന്നതല്ല. എന്തുകൊണ്ട്? ഞാൻ അള്ളാഹുവിന്റെ കൂടെ ആരെങ്കിലും വിളിച്ച് പ്രാർത്ഥിച്ചാൽ, ഇബ്രാഹിമിനോട് വിളിച്ച് പ്രാർത്ഥിച്ചാൽ, എന്റെ മുമ്പ് ജീവിച്ച നബിമാരോട് വിളിച്ച് പ്രാർത്ഥിച്ചാൽ, അല്ലെങ്കിൽ ഖബറാളുകളോട് വിളിച്ച് പ്രാർത്ഥിച്ചാൽ എന്താ സംഭവിക്കുന്നത്? അത് ശിർക്കായി മാറുന്നതാണ്. അതുകൊണ്ട് വലാ ഉശ്രികു ബിഹി അഹദ, അള്ളാഹുവിന്റെ കൂടെ ആരെയും ഞാൻ മറ്റുള്ളവരെ പങ്കുചേർക്കുന്നതല്ല എന്ന് നിങ്ങൾ പ്രഖ്യാപിക്കണമെന്ന് അള്ളാഹു റസൂലിനോട് കൽപ്പിച്ച കൽപ്പന ഇവിടെ സ്മരണീയമാണ്. മദീന ഇമാം ഓതുകയുണ്ടായി, ഖാല റബ്ബുക്കും ഉദ്ഉനി അസ്തജിബ് ലക്കും എന്നതായ ആയത്ത്. ആ ആയത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു അവസരത്തിൽ ഓതി പറഞ്ഞത് തന്നെ ഇഖ്റഉ ഇൻ ശിഅ്തും എന്ന് പറഞ്ഞുകൊണ്ട് ഓതിയത് തന്നെ സഹിഹായ ഹദീസ്, റസൂലുള്ളാഹിയെ തൊട്ട് വന്നതായ ഹദീസ്. ദുആ എന്നതായ ദുആ ഹുവൽ ഇബാദ, ആരാധന എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. ദുആ എന്ന് പറഞ്ഞാൽ, പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അതാണ് ആരാധന. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അതാണ് ആരാധന. പ്രാർത്ഥന ആരാധനയാണ്. അപ്പോൾ നാം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അത് അള്ളാഹു അല്ലാത്തവരോടാകുമ്പോൾ അത് അള്ളാഹു അല്ലാത്തവർക്ക് ആരാധന സമർപ്പിക്കലായി മാറുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ വേണ്ടി സംസാരിച്ചതായ ശൈലിയിൽ അള്ളാഹു റസൂൽ പറഞ്ഞതാണ്, നിങ്ങൾ ഒതുക്കോളീൻ ഞാൻ പറഞ്ഞതായ വാക്കിന് തെളിവായിട്ട് എന്ന് പറയും പോലെ, ഞാൻ ഈ പറഞ്ഞതായ ഈ തഫ്സീറിന് തെളിവായിട്ട് നിങ്ങൾ ഒതുക്കോളീൻ. ഉദ്ഉനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുക, ഞാനാണ് നിങ്ങൾക്ക് ഉത്തരം ചെയ്യുക. ഉദ്ഉനി അസ്തജിബ് ലക്കും. അല്ലാഹു പറയുന്നു, ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി, എന്നെ ആരാധിക്കുന്നതിനെ തൊട്ട് അഹങ്കാരം നടിച്ചുകൊണ്ട് അത് വേണ്ട എന്ന് വെച്ചവർ എന്ന് അല്ലാഹു പറയുന്ന സന്ദർഭത്തിൽ അവിടെ ഇബാദത്തി എന്ന പദമാണ് ഉപയോഗിച്ചത്. പറഞ്ഞതെന്താണ്? ആദ്യം എന്നോട് നിങ്ങൾ പ്രാർത്ഥിക്കുക, ഞാനാണ് നിങ്ങൾക്ക് ഉത്തരം ചെയ്യുക എന്ന് പറഞ്ഞു. എന്നാൽ അത് ആരാധനയാണെന്ന് നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് പ്രാർത്ഥന അത് തന്നെയാണ് ആരാധന എന്ന റസൂലുള്ളാഹി മുമ്പ് പറഞ്ഞതായ ആ വാക്ക് ഈ ആയത്തിന്റെ തഫ്സീറാണ് എന്ന് ഉമ്മത്തുകൾക്ക് പഠിപ്പിച്ചു തരാൻ വേണ്ടിയാണ് റസൂൽ ഈ ആയത്ത് നിങ്ങൾ വേണമെങ്കിൽ ഒതുക്കോളി എന്ന് പറഞ്ഞത്. എന്തുകൊണ്ട്? ഈ ആയത്തിലുള്ളതായ തത്വം എന്താണ്? ഈ ആയത്തിന്റെ ഉള്ളടക്കം എന്താണ്? നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. അള്ളാഹു പറയാണ്, എന്നോട് നിങ്ങൾ പ്രാർത്ഥിക്കുക. അള്ളാഹു പറയുന്നു, എന്നോട് നിങ്ങൾ പ്രാർത്ഥിക്കുക, ഞാൻ
നിങ്ങൾക്ക് ഉത്തരം ചെയ്യുന്നതാണ്. അഥവാ നിങ്ങൾ അഹങ്കരിച്ചുകൊണ്ട് എന്നോട് പ്രാർത്ഥിച്ചില്ലെങ്കിൽ, എന്നെ ആരാധിച്ചില്ലെങ്കിൽ എന്ന പദമാണ് അവിടെ ഉപയോഗിച്ചത്. എന്തുകൊണ്ട്? പ്രാർത്ഥന അത് തന്നെയാണ് ആരാധന എന്ന് പഠിപ്പിക്കാൻ വേണ്ടി. സയദ്ഖുലൂന ജഹന്നമ ദാഖിലീൻ, ഇന്നൊരു നികർഷനുമായിട്ട് നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായ ആയത്ത് ഇവിടെ സ്മരണീയമാണ്. മദീന ഇമാം ഉണർത്തിയതായ ഭാഗമാണ്. ഉദ്ഉ റബ്ബക്കും തളർറുഅൻ വഖുഫിയ ഇന്നഹു ലാ യുഹിബ്ബുൽ മുഅ്തദീൻ. നിങ്ങൾ അല്ലാഹുവോട് മാത്രമായിരിക്കണം പ്രാർത്ഥിക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു സംസാരിച്ച, നിങ്ങൾ ഈ മുഅ്തദീങ്ങളിൽ പെട്ടു പോകരുത് എന്ന് അല്ലാഹു സംസാരിച്ച ആയത്തും മക്ക ഇമാം ഓതിയതായിട്ട് കാണാം. ഇഅ്തിദാ എന്ന് പറഞ്ഞാൽ അതിര് വിട്ട് കടക്കുക. അപ്പോൾ പ്രാർത്ഥനയിൽ അതിര് വിട്ട് കടക്കാൻ, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന അത് സൃഷ്ടികളോടാവുമ്പോഴാണ്. അത് പ്രത്യേകിച്ച് മദീന ഇമാം പറഞ്ഞതുപോലെ അത് സൃഷ്ടികളോട്, കബറാളികളാവട്ടെ അല്ലെങ്കിൽ മരണപ്പെട്ടവരാവട്ടെ ആരായിരുന്നാലും വിരോധമില്ല. അള്ളാഹിനോട് മാത്രം ചോദിക്കേണ്ട കാര്യങ്ങൾ സൃഷ്ടികളോട് ചോദിക്കുക, ഇസ്തിആനത്ത് നടത്തുക, ഇസ്തിഗാസത്ത് നടത്തുക, അഥവാ സഹായാർത്ഥന നടത്തുക. അത് പ്രത്യേകിച്ച് മരണപ്പെട്ടവരെയാണ് മദീന ഇമാം ഊന്നി പറഞ്ഞത്. അത് പ്രശ്നങ്ങൾ വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ, ബുദ്ധിമുട്ട് വരുമ്പോൾ അള്ളാഹുലേക്ക് മടങ്ങുന്നതിന് പകരം സൃഷ്ടികളോട് മടങ്ങുക എന്നത് അത് തന്നെയാണ് യഥാർത്ഥത്തിൽ ശിർക്ക്. അങ്ങനെയാണ് മഹാനായ അൽ ഇമാം അഹ്മദ് ബിൻ അലിയുൽ മിഖ്രീസി എന്ന് പറയുന്ന ഇമാം ഷാഫി മദ്ഹബിൽ പ്രഗത്ഭരായ ഒരു പണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ തജ്രീദു തൗഹീദ് അൽ മുഫീദ് എന്ന ഗ്രന്ഥത്തിൽ ഈ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട് എന്നും, അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ അവർ മനസ്സിലാക്കിയത് അത് ശിർക്കാണ് എന്നും, മുമ്പുള്ളതായ ഗ്രന്ഥങ്ങളിൽ അഥവാ തൗറാത്ത് ഇഞ്ചീൽ പോലത്തതായ അള്ളാഹ് മുമ്പ് ഇറക്കിയതായ ഗ്രന്ഥങ്ങളിലെല്ലാം ഇത്തരം തോന്നിവാസങ്ങൾ അത് കദിബാണ്, കളവാണ്, അതിനെ തള്ളപ്പെടേണ്ടതാണ്, അത് വടക്ക് നീച നികൃഷ്ട പ്രവർത്തനങ്ങളാണ് ഷിട്ടികൾ ചെയ്യാറുള്ളത്. അള്ളാഹുവിന് പകരം ഷിട്ടികളെ അള്ളാഹുവിനോട് തുല്യപ്പെടുത്തിയും കൊണ്ട് അള്ളാഹുവിനെ തരം താഴ്ത്തുക, അള്ളാഹുവിനെ വിലവെക്കാതിരിക്കുക, അള്ളാഹ്ക്ക് മാത്രം കൊടുക്കേണ്ടതായ അവകാശങ്ങൾ ഷിട്ടികൾക്ക് കൊടുക്കുക എന്ന് മഹാനായ അൽ ഇമാം അഹ്മദ് ബിൻ അലി മിഖ്രീസ് ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതായിട്ട് കാണാമെന്നും മദീന ഇമാം ഇന്ന് ഉണർത്തിയതായിട്ട് കാണാം. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റൊരു ഇർഷാദുണ്ട്, മറ്റൊരു ഉപദേശമുണ്ട്. മഹാനായ ഇബ്നു അബ്ബാസിന്റെ തോളിൽ കൈവച്ചുകൊണ്ട് നമുക്കെല്ലാവർക്കും മനപ്പാഠം ഉണ്ടാവേണ്ടതായ സംഭവമാണത്. റസൂൽ എന്താണ് അവിടെ പറഞ്ഞത്? ഇദാ സഅൽത ഫസ്അലില്ല, നീ ചോദിക്കുമ്പോൾ ചോദിക്കേണ്ടത് അള്ളാഹുവിനോട് മാത്രമാണ്. വഇദാ സ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്, നീ സഹായാർത്ഥന നടത്തേണ്ടത് അള്ളാഹുവിനോടാണ് എന്നല്ലാതെ അള്ളാഹുവിനോട് മാത്രം ചോദിക്കേണ്ടതായ, സഹായാർത്ഥന നടത്തേണ്ടതായ കാര്യങ്ങൾ അത് അള്ളാഹു അല്ലാത്തവരോട് ചോദിക്കുക എന്നത് അത് ശിർക്കാണ്, അത് പാടില്ലാത്തതാണ് എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയായിരിക്കാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ശൈലി പറഞ്ഞതിന് ശേഷം ലോകം മുഴുവനും നിനക്കൊരു നന്മ ചെയ്യാൻ വിചാരിച്ചാൽ അള്ളാഹുവിന്റെ തീരുമാനം അത് വേണ്ട എന്നാണെങ്കിൽ ഒരിക്കലും ആ ലോകത്തിന് മുഴുവനും നിനക്ക് നന്മ ചെയ്യാൻ സാധിക്കുന്നതല്ല. ലോകം മുഴുവനും നിനക്ക് തിന്മ ചെയ്യാൻ സാധിച്ചാൽ അത് തിന്മ ഉണ്ടാവണമെന്നാണ് അള്ളാഹുവിന്റെ തീരുമാനം എങ്കിൽ ലോകം മുഴുവനും അത് വേണ്ട എന്ന് തീരുമാനിച്ചാൽ സാധിക്കുന്നതല്ല എന്ന് റസൂലുള്ളാഹി ഈ ഉപദേശത്തിന്റെ അവസാനം പറഞ്ഞതിൽ നിന്നിട്ട് മനസ്സിലാക്കാം. അള്ളാഹുവിനോട് മാത്രം ചോദിക്കേണ്ടതായ കാര്യം അത് അള്ളാഹുവിനോട് മാത്രമേ ചോദിക്കാവൂ, അത് സൃഷ്ടികളോട് ചോദിക്കാൻ പാടില്ല. പിന്നെ ഇമാം തുടരുകയുണ്ടായി, ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ എന്ന ആയത്ത്, ഈ ആയത്തിന്റെ വിശദാംശം ഈ ഹദീസിൽ ഉൾക്കൊള്ളുന്നു എന്ന രൂപത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് സംസാരിക്കുകയുണ്ടായി. ഇയ്യാക നഅ്ബുദു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് 17 തവണ നിർബന്ധമായിട്ട് അള്ളാഹിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി കൽപ്പിച്ച പ്രാർത്ഥനയിൽ അഥവാ സൂറത്തുൽ ഫാത്തിഹയിൽ നിനക്ക് മാത്രമാണ് ഞങ്ങൾ ആരാധിക്കുക, നിന്നോട് മാത്രമാണ് ഞങ്ങൾ സഹായം തേടുക എന്ന ആ വാക്കിന്റെ അർത്ഥം അള്ളാഹിനോട് മാത്രം സഹായം തേടേണ്ടതായ ആരാധനയാകുന്ന ഒരു സഹായമുണ്ട്. ആ സഹായം അള്ളാഹിനോടല്ലാതെ തേടാൻ പാടില്ല എന്നത് നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ച് പഠിപ്പിച്ചെന്നതായ ഭാഗമാണ്. അത് ഒരിക്കലും നാം ഒഴിവാക്കാൻ പാടുള്ളതല്ല, അതിൽ വീഴ്ച വരുത്താനും പാടുള്ളതല്ല. അള്ളാഹു പറയുന്നു വിശുദ്ധ ഖുർആനിൽ അലീമിൽ, വല്ലദീന തദ്ഉന മിൻ ദൂനിഹി മാ യംലികൂന മിൻ ഖത്മീർ, അള്ളാഹു അല്ലാത്ത മറ്റുള്ളവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന വിഭാഗം ഒരിക്കലും അവർ അതിന് അർഹപ്പെട്ടവരെ അല്ല. കാരണം അവരുടെ കൂടെ ഖിത്മീർ വരെ ഇല്ല. ഖിത്മീർ എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ നിസ്സാരമായി ആരും ഉപയോഗിക്കാത്ത, തള്ളുന്ന, തുപ്പിക്കളയുന്ന, നാം തിന്നുന്നതായ ഈത്തപ്പഴത്തിന്റെയും അതിലുള്ളതായ അതിന്റെ നവ ഉണ്ടല്ലോ, അതിന്റെ അകത്തുള്ള കുരു, അതിന്റെ ഇടയിലുള്ളതായ ഒരു തൊലിയാണ്. ആ തൊലിയുടെ പേരാണ് ഖിത്മീർ എന്ന്. ആ ഖിത്മീർ വരെ ഉണ്ടാക്കാനോ അത് മിൽക്കാക്കാനോ ലോകത്തൊരു മൊയ്തീ ഷേഖിനോ ഒരു റിഫായി ഷേഖിനോ തങ്ങൾക്കോ ഒരു നബിക്കോ ഒരു ഒലിയിനോ ഒരു ജിന്നിനോ ഒരു മലക്കിനോ ഇല്ല എന്ന് അല്ലാഹു തീർത്ത് പറഞ്ഞിരിക്കവേ പിന്നെ എന്തിനാണ് ആ ഗതികെട്ടതായ തോന്നിവാസം ചെയ്യാൻ അടിമകളായ നാം തുനിയുന്നു എന്ന് അള്ളാഹു ചോദിക്കും പോലെ അതാണ് ഇൻ തദ്ഉഹും, അള്ളാഹു അല്ലാത്തവരെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ലാ യസ്മഉ ദുആക്കും എന്ന ആയത്താണ് പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ചർച്ച ചെയ്തത്. അതൊക്കെ വിശദീകരിച്ച് പറയേണ്ടതായ വിഷയമാണെങ്കിലും പലപ്പോഴും നാം ചർച്ച ചെയ്ത വിഷയമായതുകൊണ്ട് ഞാൻ വിശദീകരണത്തിലേക്ക് കടക്കുന്നില്ല. എന്നാൽ മദീന ഇമാം ഇവിടെ ഊന്നിപ്പറഞ്ഞ വിഷയം എന്താണ്? ഇവിടെ അങ്ങനെ അള്ളാഹു അല്ലാത്തവരോട് വിളിച്ച്
പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ ചർച്ചയായി വന്നതായ തോന്നിവാസങ്ങളും അനാചാരങ്ങളും ബിദ്അത്തുകളും ശിർക്കൻ ചിന്താഗതികളും വ്യാപകമാകുന്നതിന് മറുപടി നൽകുകയാണ് അദ്ദേഹം ചോദിക്കുന്നു, അങ്ങനെ അനുവദനീയമാണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലഘട്ടത്തിൽ തന്നെ ബദർ യുദ്ധത്തിൽ പ്രശ്നങ്ങളുണ്ടായി, ഉഹദ് യുദ്ധത്തിൽ പ്രശ്നങ്ങളുണ്ടായി, പ്രശ്നങ്ങളോട് പ്രശ്നമുണ്ടായി, പരീക്ഷണങ്ങളോട് പരീക്ഷണമുണ്ടായി ഉഹദ് യുദ്ധത്തിൽ, അതുപോലെ തായിഫിൽ പ്രശ്നമുണ്ടായി, അതുപോലെ തന്നെ ഹുനൈൻ യുദ്ധത്തിൽ പ്രശ്നമുണ്ടായി, അതുപോലെ തന്നെ ഖന്തഖ് യുദ്ധത്തിൽ പ്രശ്നങ്ങളുണ്ടായി. ആ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ റസൂൽ ജീവിച്ചിരിപ്പുണ്ട്, സഹാബാക്കൾ ഇത് കാണുന്നുണ്ട്. അവിടെയെല്ലാം അവര് അള്ളാഹുവിനോട് മാത്രമല്ലാതെ ചോദിച്ചായിട്ട് ഒരു ചെറിയ സ്ലൈഫ് ഹദീസ് വരെ നമുക്ക് കാണാൻ സാധിക്കുന്നതല്ല. പിന്നെ എങ്ങനെയാണ് നാം ഷിർക്കുകളിലേക്ക് പ്രശ്നപരിഹാരത്തിന് വേണ്ടി പ്രയാസമുണ്ടാകുന്ന സമയത്തിൽ അള്ളാഹു അല്ലാത്തവരിലേക്ക് നാം മടങ്ങുക, അവരിലേക്ക് ലുജൂ ചെയ്യുക, അവരോട് പ്രശ്നപരിഹാരത്തിന് വേണ്ടി ചോദിക്കുക? റസൂൽ പഠിപ്പിച്ചിട്ടില്ലല്ലോ, സഹാബാക്കൾ ചെയ്തിട്ടില്ലല്ലോ. ബദർ യുദ്ധത്തിൽ ആവശ്യം വന്ന സന്ദർഭത്തിൽ അള്ളാഹ് തന്നെ പറയുന്ന ശൈലി എന്താണ്? ഇത് തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നീ മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികത്തി മുർദിഫീൻ. ഇത് തസ്തഗീസൂന റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ നാഥനോട് സഹായാർത്ഥന നടത്തിയതായ സന്ദർഭത്തെ നിങ്ങൾ ഓർക്കുക. അവിടെ സഹാബാക്കൾക്ക് ആരുമില്ല സംരക്ഷിക്കാൻ. റസൂൽ തന്നെ പ്രാർത്ഥനയിലും നമസ്കാരത്തിലും ഉറക്കൊഴിഞ്ഞു മുഴുകിയ സന്ദർഭത്തിൽ വരെ അള്ളാഹുവിന്റെ കൽപ്പനയാണ് നിങ്ങൾ നിങ്ങളുടെ നാഥനോട് സഹായാർത്ഥന നടത്തിയ സന്ദർഭം. അപ്പോൾ അവിടെയെല്ലാം റസൂലും സഹാബാക്കളും സഹായാർത്ഥന നടത്തിയത് അള്ളാഹുവിനോട് മാത്രമാണ്, ഷിർക്കുകളോടല്ല. അതുകൊണ്ട് ഷിർക്കുകളോട് സഹായാർത്ഥന നടത്തൽ അനിവാര്യമാണെങ്കിൽ, പ്രശ്നപരിഹാരങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ, ഏറ്റവും വലിയ പ്രശ്നങ്ങൾ റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിൽ സഹാബാക്കൾക്കും റസൂലിനും ഉണ്ടായിരുന്നു. അവിടെയെല്ലാം അള്ളാഹുവിലേക്കാണ് അവർ മടങ്ങിയത്. അത് നമുക്ക് പാഠമാണ്. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വഫാത്തിന് ശേഷം എന്താണ് സംഭവിച്ചത്? അബൂബക്കർ സിദ്ദീഖിന്റെ കാലഘട്ടങ്ങളിലും പ്രശ്നങ്ങളുണ്ടായി. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹുമ അവരുടെയും കാലഘട്ടത്തിൽ പ്രശ്നമുണ്ടായി. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു, അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു തആല അൻഹു, ഇവരുടെ എല്ലാം കാലഘട്ടത്തിൽ പ്രശ്നങ്ങളുണ്ടായി. വലിയ വലിയ ഭീമമായ പ്രശ്നങ്ങളാണ്. രോഗം മാറൽ പോലത്തെ കാര്യങ്ങളല്ല, ഒരു കാണാതെയായ പശു കിട്ടാൻ വേണ്ടിയുള്ള പ്രശ്നമല്ല, അല്ലെങ്കിൽ കാണാതെയായതായ മാല കിട്ടണമെന്ന പ്രശ്നങ്ങളല്ല. പിന്നെയോ വലിയ വലിയ ഭീമമായ പ്രശ്നങ്ങളാണ്. വലിയ വലിയ പോരാട്ടങ്ങളും യുദ്ധങ്ങളും കൊലകളും സംഭവ വികാസങ്ങളും നടന്നതാണ്. ആ സന്ദർഭങ്ങളിൽ ആരും തന്നെ, ഏത് സഹാബി, ഏത് നമ്മുടെ ഖുലഫാകൾ, ഏത് നമ്മുടെ സഹാബാക്കൾ അല്ലാഹുവിന്റെ റസൂല് മരിച്ചതായ, മരണപ്പെട്ട് കിടക്കുന്നതായ, ആ അന്ത്യവിഷമം കൊള്ളുന്നതായ ആ സ്ഥലത്ത് വന്നിട്ട് അവരോട് പ്രശ്നം പരിഹരിക്കാൻ ചോദിച്ചു എന്ന് സ്ഥിരീകരിക്കപ്പെട്ടതായ ഒരു ഹദീസിൽ, ഒരു സംഭവത്തിൽ സംഭവിച്ചിട്ടേ ഇല്ല, വന്നിട്ടേ ഇല്ല, റിക്കാർഡാക്കപ്പെട്ടിട്ടേ ഇല്ല. അതെല്ലാം തെളിവാണ്. എന്തിനുള്ള തെളിവ്? അള്ളാഹു അല്ലാത്തവരോട്, പ്രത്യേകിച്ച് കബറാളികളോട്, അള്ളാഹുവിനോട് മാത്രം ചോദിക്കേണ്ട കാര്യങ്ങൾ ചോദിക്കാൻ പാടില്ല എന്നതിലേക്ക് തെളിവാണ് എന്ന് മദീന ഇമാം എന്ന് ഊന്നി പറയുകയുണ്ടായി. മദീന ഇമാം പറഞ്ഞ കൂട്ടത്തിൽ പെട്ടതാണ് റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിൽ, സഹാബാക്കൾ ജീവിച്ച കാലഘട്ടത്തിൽ സംഭവിച്ചതായ ഭാഗങ്ങളൊക്കെ. അതുകൊണ്ട് അള്ളാഹു വിജയികളാണെന്ന് പറഞ്ഞത് ആരെക്കുറിച്ചാണ്? മുഅ്മിനീങ്ങളെ കുറിച്ചാണ്. അത് അഫ്ലഹൽ മുഅ്മിനൂൻ എന്നാ പറഞ്ഞത്. മുഅ്മിനീങ്ങളല്ലാത്ത മുശ്രിക്കീങ്ങൾക്ക് വിജയമില്ല, കപടവിശ്വാസികൾക്ക് വിജയമില്ല, ജൂതന്മാർക്ക് വിജയമില്ല, ക്രിസ്ത്യാനികൾക്ക് വിജയമില്ല. ജൂതന്മാർ ഉസൈറിനെ അള്ളാഹു അല്ലാത്ത വിളിച്ച് പ്രാർത്ഥിച്ചു. ക്രിസ്ത്യാനികൾ അതുപോലെ തന്നെ ഈസ നബി അലൈഹി സ്വലാമാകുന്ന, അതുപോലെ മറിയം അലൈഹിസ്സലാമാകുന്ന അള്ളാഹു അല്ലാത്ത ശിട്ടികളെ വിളിച്ച് പ്രാർത്ഥിച്ചു. അത് കാരണത്താൽ അവർക്കൊന്നും വിജയമില്ല. അത് അഫ്ലഹൽ മുഅ്മിനൂൻ, സത്യവിശ്വാസികൾക്ക് മാത്രമാണ് വിജയം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മുവഹിദീങ്ങളെ പേരെടുത്ത് ഊന്നി പറഞ്ഞതായ ആ വിജയം കൈവരിക്കാൻ വേണ്ടിയാണ് സത്യവിശ്വാസികളായ നാം പാടുപെടേണ്ടത്. അള്ളാഹുമായി നടത്തിയതായ ഉടമ്പടിയും മീസാഖുമാണത്. നാം അള്ളാഹു ഭൂമിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അള്ളാഹുനോടല്ലാതെ പ്രാർത്ഥിക്കുകയില്ല, അള്ളാഹുവിനെ അല്ലാതെ ആരാധിക്കുകയില്ല, അള്ളാഹു നിയോഗിക്കുന്നതായ ദൂതന്മാരുടെ ബേക്കിൽ അണിനിരക്കും, അള്ളാഹു അയക്കുന്നതായ ഗ്രന്ഥങ്ങളുടെ ബേക്കിൽ അണിനിരക്കും എന്നത് അത് നമ്മുടെ ബാധ്യതയാണ്. അള്ളാഹു പറയുന്നു, വല്ലദീന തഖദൂ മിൻ ദൂനിഹി ഔലിയാഅ മാ നഅബ്ദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫ എന്ന ആയത്തും ഇന്ന് മദീന ഇമാം ഓതിയതായിട്ട് കാണാം. കാരണം ഒരു വിശ്വാസം ഉണ്ടായിരുന്നു, ഒരു അന്ധവിശ്വാസം ഉണ്ടായിരുന്നു. എന്ത്? മക്കക്കാരുടെ ഇടയിൽ എന്തായിരുന്നു അത്? അള്ളാഹു സുബ്ഹാനഹു വ തആല കേൾക്കുമെങ്കിലും അറിയുമെങ്കിലും എല്ലാം അവന്റെ കയ്യിലാണ് എങ്കിലും അതിലൊന്നും മക്കക്കാർക്ക് സംശയമില്ല. അതേസമയത്ത് നാം തെറ്റുകാരാണ്, നാം പാപം ചെയ്തവരാണ്, നാം പലിശ തിന്നവരാണ്, നാം വ്യഭിചരിക്കുന്നവരാണ്, നാം കള്ളു കുടിക്കുന്നവരാണ്. അത് കാരണത്താൽ നമുക്ക് അള്ളാഹുവിനോട് ചോദിക്കാൻ പെട്ടെന്ന് ഡയറക്റ്റ് സാധിക്കുന്നതല്ല, നമുക്ക് വഴിയിൽ ആൾക്കാരുടെ ആവശ്യമുണ്ട് എന്ന വിശ്വാസമായിരുന്നു മക്കക്കാരിൽ ഉണ്ടായിരുന്നത്. ആ വിശ്വാസമാണ് പണ്ട് തന്നെ ശിർക്ക് ഉടലെടുത്തതായ കാലഘട്ടമാകുന്ന നൂഹ് നബിയുടെ കാലഘട്ടം മുതൽ തുടങ്ങിയതായ അന്ധവിശ്വാസമാണത്. അതിനെ
ആ തെറ്റുകളെ, ആ ഭീമമായ തെറ്റിനെ തിരുത്താൻ വേണ്ടിയാണ് നബിമാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചിട്ടുള്ളത്. അത് തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വരവേൽപ്പിലൂടെ നാം കണ്ടതായ മുഹിമ്മാത്ത്. അവരുടെ ഉത്തരവാദിത്തം എന്ത്? നിങ്ങൾ ഉണ്ടാക്കിയ, നിങ്ങളുടെ കൈകൊണ്ടുണ്ടാക്കി വെച്ചതായ ഈ പ്രതിമകൾ, അത് ഇബ്രാഹിമിന്റെ പ്രതിമയാവട്ടെ, ഇസ്മായിലിന്റെ പ്രതിമയാവട്ടെ, മഹാത്മാക്കളുടെ പ്രതിമകളാവട്ടെ, പോലത്തെ സാലിഹ്യങ്ങളുടെ പ്രതിമകളാവട്ടെ, അതുപോലെ തന്നെ ലാത്ത ഉസ്സ പോലത്തവരുടെ പ്രതിമകളാവട്ടെ, അവരെല്ലാം മഹാത്മാക്കളാണെങ്കിലും ആ മഹാത്മാക്കൾ അള്ളാഹുവിനെ മാത്രം ആരാധിച്ചത് കൊണ്ടും, ആ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ, അവനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്ന തത്വം ഉൾക്കൊണ്ട് ജീവിച്ചത് കൊണ്ടും അവരെ അള്ളാഹു ബഹുമാനിച്ചു, ആദരിച്ചു എന്നല്ലാതെ നിങ്ങൾ വിചാരിച്ചതുപോലെ അവർ മുഖേന അള്ളാഹുലേക്ക് എത്താൻ വേണ്ടി പരിശ്രമിക്കുക എന്നത് അത് ശിർക്കാണ്. അള്ളാഹുവിന്റെ കൂടെ നിങ്ങളെ പങ്കുചേർക്കലാണ്. നിങ്ങൾ അള്ളാഹുവിനെ കൊണ്ട് അവന്റെ റുബൂബിയ്യത്തിൽ വിശ്വസിച്ചാലും അവന്റെ ഉലൂഹിയ്യത്തിൽ വിശ്വസിക്കാത്ത കാലത്തോളം, അഥവാ ഇലാഹാക്കേണ്ടത് അള്ളാഹുവിനെ മാത്രമാണ് എന്നതിൽ നിങ്ങൾ വേർതിരിവ് പിടിക്കാത്ത കാലത്തോളം, അത് ഉൾക്കൊള്ളാത്ത കാലത്തോളം നിങ്ങൾക്ക് വിജയമില്ല. അതുകൊണ്ട് ആ വാക്ക് മക്കക്കാർ പണ്ട് പറഞ്ഞതായിരുന്നു. നിങ്ങൾ എന്തിനാണ് അള്ളാഹു അല്ലാത്തവരായ ഇബ്രാഹിമിന്റെ ബിംബത്തെ, ഇബ്രാഹിമിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു, ഇസ്മായിലിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു, 360 ബിംബങ്ങൾ, അത് മഹാത്മാക്കളുടെ ബിംബങ്ങൾ ആ കൂട്ടത്തിലുണ്ട്, ആ മഹാത്മാക്കളെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നു എന്നവരോട് ചോദിച്ചാൽ അവരുടെ മറുപടി എന്താണ്? മാനഅബുദുഹും ഇല്ലാ ലിയുഖർരിബൂന ഇലല്ലാഹി സുൽഫാ. ഇവരെ ഞങ്ങൾ ആരാധിക്കുന്നതും ഇവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതും അള്ളാഹുവിലേക്ക് മധ്യസ്ഥരായിട്ട് അവരെ ഞങ്ങൾ ശുഫാകളായിട്ട് സെലക്ട് ചെയ്യുകയാണ്, അവർ മുഖേന അള്ളാഹിലേക്ക് എത്താൻ സാധിക്കും എന്നതുകൊണ്ടാണ് എന്ന് അവര് മറുപടി പറഞ്ഞു എന്നതാണ്. ആ മറുപടി പറഞ്ഞതിനെ അള്ളാഹു കർശനമായ ഭാഷയിൽ ആക്ഷേപിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖരീബ് യുജീബു ദഅവത ദാഇ ഇദാ ദഅാൻ, അവൻ നിങ്ങളിലേക്ക് അടുത്ത ആളാണ്. അവൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ ശ്വാസം കഴിക്കുന്നതായ ആ ഞരമ്പിനേക്കാൾ നിങ്ങളിലേക്ക് അടുത്തവനാണ് അവൻ. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ തെറ്റ് ചെയ്തതുകൊണ്ടോ പാപം ചെയ്തതുകൊണ്ടോ നിങ്ങൾ ദൂരപ്പെട്ടു പോയി എന്നതായ അന്ധവിശ്വാസം ശരിയല്ല, അത് ഒഴിവാക്കേണ്ടതായ അന്ധവിശ്വാസമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിലൂടെ മക്കക്കാഫിരികൾക്ക് പഠിപ്പിച്ച ശൈലി ഇന്ന് മദീന ഇമാമ് നമ്മെ മുസ്ലിങ്ങളെ ഉണർത്തുകയും ആഹ്വാനം ചെയ്യുകയും, അതുകൊണ്ട് മുസ്ലിം ലോകത്തിൽ ബഹുഭൂരിപക്ഷം ഇന്ന് ലോകത്തിൽ ജീവിക്കുന്നതായ മുസ്ലിങ്ങൾ എന്നിട്ട് ഉൾക്കൊള്ളുന്നതായ ഒരു പേച്ച ആദർശമാണ് എന്ത്? അള്ളാഹുലേക്ക് എത്താൻ മധ്യത്തിൽ ആള് വേണമെന്നതായ ആദർശം. ആ ആദർശത്തിനെ നാം തകർത്തണം, തെരിപ്പണമാക്കണം, അതിനോട് മല്ലിടണം, അതിനോട് ഖുർആനിലൂടെ സുന്നത്തിലൂടെ മത്സരിക്കണം, എന്നിട്ട് ജനങ്ങളെ സൽപാന്താവിലേക്ക്, യഥാർത്ഥ തൗഹീദിലേക്ക്, യഥാർത്ഥ സത്യവിശ്വാസത്തിലേക്ക് നയിക്കണം എന്നത് പറഞ്ഞുകൊണ്ടായിരുന്നു മദീന ഇമാമ് അദ്ദേഹത്തിന്റെ പ്രസംഗത്തെ തുടർന്നതും സമാപിച്ചതും. അത് നാമും ശ്രദ്ധിക്കേണ്ട ഭാഗമാണ്. നമ്മുടെ നേതാവായ കണ്ണലുണ്ണിയായ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയതായ സർവ്വ പോരാട്ടത്തിന്റെ പിന്നിലുള്ളതായ ലക്ഷ്യം ലിയുഹിഖൽ ഹഖ വയുബ്തിലൽ ബാതില വലൗ കരിഹൽ മുശ്രികൂൻ വലൗ കരിഹൽ മുജ്രിമൂൻ, മുജ്രിമീങ്ങളോ വലൗ കരിഹൽ കാഫിറൂൻ, കാഫിരീങ്ങളോ സത്യനിഷേധികളോ വെറുത്താലും ശരി, ഇവിടെ ഹഖ് ഹഖായി പുരണം, സത്യം സത്യമായി പുരണം, തൗഹീദ് സ്ഥാപിക്കപ്പെടണം, ഏകദൈവ വിശ്വാസം ഇവിടെ സ്ഥാപിക്കപ്പെടണം, അതിന്റെ വിജയ പതാക പറപ്പിക്കപ്പെടണം എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നു. ആ ലക്ഷ്യം വെച്ചുകൊണ്ട് ജീവിക്കാനും അതിനുവേണ്ടി ജീവിക്കുവാനും അത് വ്യാപകമാക്കുവാനും അതിനുവേണ്ടി പരിശ്രമിക്കുവാനും നാം ഓരോരുത്തരും പരിശ്രമിക്കേണ്ടതാണ്. അതിന് അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. ഇതുവരെ പറഞ്ഞതിനെ ഒരു സൽക്കർമ്മമായി നമ്മൾ നട്ട് അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ 2 ഖുതുബയിലും നാം ഇപ്പോൾ കേട്ടതായ കാര്യങ്ങളെ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു നമ്മിൽ നിന്നിട്ട് മരണപ്പെട്ടവർക്ക് പുറത്തു കൊടുക്കട്ടെ, അവരുടെ ഖബറുകളെ സ്വർഗ്ഗത്തോപ്പാക്കി മാറ്റട്ടെ, അവരോടൊപ്പം നമ്മയും അല്ലാഹു സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ. നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും അല്ലാഹു പരിഹരിക്കട്ടെ, ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവരുടെയും പ്രശ്നങ്ങളെ പരിഹരിക്കട്ടെ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.